ഗ്രാമത്തിൽ നിന്നും വളരെയധികം ദൂരെ നിൽക്കുന്ന ഒരു വനത്തിനുള്ളിൽ ഒരു ബുദ്ധ സന്യാസി താമസിച്ചിരുന്നു. മിക്ക സമയങ്ങളിലും ധ്യാനിച്ചും മറ്റുള്ളവരെ സഹായിച്ചും ജീവിച്ചിരുന്ന ആ സന്യാസിക്ക് ഒരുപാട് മന്ത്രവിദ്യകളും അറിയാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വനത്തിനുള്ളിലെ തൻ്റെ ഗുഹയ്ക്കരികിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന അദ്ദേഹത്തിന് മുകളിലൂടെ ഒരു പരുന്ത് പറന്നു വന്നു. ആ പരുന്തിൻ്റെ കാലിൽ ഒരു എലിക്കുഞ്ഞും ഉണ്ടായിരുന്നു. പെട്ടെന്ന് പരുന്തിൻ്റെ കാലിൽ നിന്നും ആ എലിക്കുഞ്ഞ് സന്യാസിയുടെ മുമ്പിലേക്ക് വീണു. താഴെ മനുഷ്യനെ കണ്ടതുകൊണ്ടാകാം ആ പരുന്ത് എലിയുടെ പിന്നാലെ പോകാതെ പറന്നുപോയി. തൻ്റെ മുന്നിൽ ക്ഷീണിച്ച് അവശനായി കിടക്കുന്ന ആ എലിക്കുട്ടിയെ കണ്ടതും സന്യാസി അതിനെ എടുത്ത് തൻ്റെ ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുപോയി ഒരുപാട് ധാന്യങ്ങളെല്ലാം നൽകി. പതുക്കെ പതുക്കെ ആ സന്യാസിക്കൊപ്പമായി ആ എലിക്കുഞ്ഞിൻ്റെയും താമസം. നല്ല രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാം കിട്ടിയതോടെ എലിക്കുഞ്ഞ് തടിച്ച ഒരു എലിയായി താമസിയാതെ മാറി. ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പൂച്ച പെട്ടെന്ന് ഈ എലിയെ ആക്രമിക്കാൻ വന്നു. എലിക്കുട്ടി പേടിച്ചോടി സന്യാസിയുടെ അടുത്തെത്തി. പേടിച്ചു വിറച്ച അവൻ്റെ മുഖവും അവൻ്റെ സങ്കടവും എല്ലാം മനസ്സിലാക്കിയ സന്യാസി അവനെ ഒരു പൂച്ചയാക്കി മാറ്റുവാൻ തീരുമാനിച്ചു. ഇനി നീ ധൈര്യത്തോടെ ബലത്തോടെ ഈ കാട്ടിലൂടെ നടന്നോളൂ, ഒരു പൂച്ചയും നിന്നെ ഇനി ആക്രമിക്കുവാൻ വരില്ല എന്ന് ആശീർവദിച്ച ആ സന്യാസി അവനെ ഒരു പൂച്ചയാക്കി മാറ്റി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വനത്തിലൂടെ നടക്കുമ്പോൾ അവനെ ഒരു കാട്ടുനായ ആക്രമിക്കുവാൻ വന്നു. ആ കാട്ടുനായയുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് അവൻ എങ്ങനെയോ സന്യാസിയുടെ മുമ്പിലെത്തി. തൻ്റെ മുറിവുകളും സങ്കടവും എല്ലാം സന്യാസിക്ക് കാണിച്ചു കൊടുത്തതും മനസ്സലിഞ്ഞ ആ സന്യാസി അവനെ ഒരു കാട്ടുനായയാക്കി മാറ്റുവാൻ തീരുമാനിച്ചു. അങ്ങനെ അസാമാന്യ വലിപ്പമുള്ള ഒരു നായയായി സന്യാസി എലിക്കുഞ്ഞിനെ മാറ്റി. അങ്ങനെ അവൻ കാട്ടിലൂടെ ഒരു ദിവസം നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു കടുവ അവൻ്റെ പിന്നാലെ ആക്രമിക്കുവാൻ വന്നു. കടുവയുടെ ആക്രമണത്തിൽ നിന്നും തല നാരിഴയ്ക്ക് രക്ഷപ്പെട്ട് അവൻ ഇത്തവണയും സന്യാസിയുടെ മുമ്പിൽ ഓടിയെത്തി. അവൻ തൻ്റെ സങ്കടങ്ങളെല്ലാം സന്യാസിയുടെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞു. മനസ്സലിഞ്ഞ സന്യാസി തൻ്റെ തപശക്തി കൊണ്ട് അവനെ ഒരു കടുവയാക്കി മാറ്റി. അങ്ങനെ കടുവയായി മാറിയ ആ എലിക്കുഞ്ഞ് ആ കാട്ടിൽ ആരെയും ഭയക്കാതെ വനരാജനായി വിഹരിച്ച് നടന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൻ്റെ പിന്നിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. അതൊരു വേട്ടക്കാരൻ്റെ വെടിയൊച്ചയായിരുന്നു. ആ വേട്ടക്കാരനിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അവൻ വീണ്ടും തൻ്റെ സന്യാസിയുടെ മുമ്പിലെത്തി. സങ്കടങ്ങളെല്ലാം കേട്ട് മനസ്സലിഞ്ഞ സന്യാസി അവനെ ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ എലിക്കുഞ്ഞിനെ അദ്ദേഹം തൻ്റെ തപശക്തി കൊണ്ട് ഒരു ആരോഗ്യമുള്ള സുന്ദരനായ ഒരു ആൺകുട്ടിയാക്കി മാറ്റി. എന്നാൽ ഒരു മനുഷ്യനായ നീ ഈ വനത്തിനുള്ളിൽ വസിക്കേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അവനെ പുറത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് അയച്ചു. അവിടെ എത്തിയ അവൻ അവിടുത്തെ ഗ്രാമീണരുമായി സമ്പർക്കം പുലർത്തുകയും ഒരു ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞതും അവനൊരു സുന്ദരനായ ഒരു യുവാവായി മാറുകയും നല്ല രീതിയിൽ സമ്പാദിക്കുകയും നാട്ടുകാരുടെ എല്ലാം ബഹുമാനം ആർജിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിവാഹമെല്ലാം കഴിച്ച് തനിക്കൊരു കുടുംബജീവിതം ആരംഭിക്കണമെന്ന ചിന്ത അവന് വന്നപ്പോഴാണ് അവൻ ആലോചിച്ചത്, താൻ യഥാർത്ഥത്തിൽ ഒരു എലിക്കുഞ്ഞാണ് എന്നീ ഗ്രാമീണർ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കിപ്പോഴുള്ള ഈ ബഹുമാനമെല്ലാം നഷ്ടപ്പെട്ടു പോകും. താൻ സ്നേഹിക്കുന്ന തൻ്റെ ഭാവി ഭാര്യയും വീട്ടുകാരുമെല്ലാം തനിക്ക് നഷ്ടപ്പെടും. അതാരും അറിയാതിരിക്കുവാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. തൻ്റെ ഈ കഥ അറിയാവുന്നത് വനത്തിനുള്ളിലെ ആ ബുദ്ധ സന്യാസിക്ക് മാത്രമാണ്. അയാളെ ഇല്ലാതെയാക്കുക. അങ്ങനെ ഈ ഒരു ക്രൂര ചിന്താഗതിയുമായി അദ്ദേഹം ഒരു കത്തിയെടുത്ത് വനത്തിനുള്ളിലേക്ക് യാത്രയായി. ഈ ബുദ്ധ സന്യാസി ഇല്ലാതെയായാൽ പിന്നെ തൻ്റെ ഈ ചരിത്രമറിയാവുന്ന ഒരാൾ പോലും ഈ ലോകത്തില്ല. അതിനാൽ തന്നെ തനിക്ക് സുഖമായി ഗ്രാമത്തിൽ വസിക്കാം. ഇങ്ങനെയെല്ലാം ആലോചിച്ചു കൂട്ടി അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ കത്തിയുമായി ആ ബുദ്ധ സന്യാസിയുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ വെറുമൊരു എലിക്കുഞ്ഞായിരുന്ന തന്നെ ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ തക്കവണ്ണം മാന്ത്രിക സിദ്ധിയുള്ള വ്യക്തിയായിരുന്നു ആ ബുദ്ധ സന്യാസി എന്ന കാര്യം ഇയാൾ മറന്നുപോയിരുന്നു. ഇവൻ്റെ വരവിൻ്റെ ഉദ്ദേശം ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കിയ ആ സന്യാസി ഇവൻ തൊട്ടടുത്ത് എത്തിയതും കണ്ണു തുറന്ന് ഒരു മന്ത്രം ജപിച്ചു. പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ ഒരു എലിക്കുഞ്ഞായി മാറി. അയാൾക്കൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പേ തൻ്റെ പഴയ രൂപം അയാൾക്ക് ലഭിച്ചു. പേടിച്ചുപോയ അയാൾ അവിടെ നിന്ന് ഉടൻ തന്നെ കാട്ടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. വെറുമൊരു എലിക്കുഞ്ഞായി ജനിച്ച് ഒരു മനുഷ്യനായി മാറിയ ആ ജീവിക്ക് തൻ്റെ ചെറിയൊരു ചിന്താഗതി മൂലം എല്ലാം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ കഥയിലൂടെ ബുദ്ധൻ ഉദ്ദേശിച്ച കാര്യം ഇത്രമാത്രമാണ്. തൻ്റെ മനസ്സിനുള്ളിൽ തോന്നിയ ഒരു ചെറിയ ചീത്ത ചിന്ത അവനെ എല്ലാം നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. എല്ലാം നേടിയിട്ടും നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ ചിന്ത നമ്മുടെ എല്ലാം തകർക്കുന്നു.
ആ യുവാവിനെ നശിപ്പിക്കാനാണെങ്കിൽ ആ സന്യാസിക്ക് അത് എപ്പോൾ വേണമെങ്കിലും ആവാമായിരുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹം അതിനൊന്നും മുതിർന്നില്ല. എന്നാൽ ആ ചെറുപ്പക്കാരനോ തൻ്റെ ചീത്ത ചിന്താഗതി മൂലം തനിക്ക് ലഭിച്ചതെല്ലാം നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്താഗതികൾ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം നേടിയതെല്ലാം ഞൊടിയിട കൊണ്ട് നഷ്ടപ്പെടുത്തുവാൻ അതിന് സാധിക്കും.